ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അതിനായിട്ട് ആവശ്യമുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മറ്റൊന്നുമില്ല, നമ്മുടെ സാധാരണ കടലയാണ്. നമ്മൾ കറിയൊക്കെ വെക്കുന്ന ആ കടല നമുക്ക് ആദ്യം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം, ഒന്ന് കുതിർത്തി വെക്കാം. ഏകദേശം 5 അല്ലെങ്കിൽ 6 മണിക്കൂർ ഇതേപോലെ തന്നെ വെള്ളത്തിൽ കുതിർത്തി വെക്കുക. അതിനുശേഷം നമുക്ക് ഇതെടുക്കാം. അതായത് ശരിക്ക് കുതിർന്ന ശേഷം ഞാൻ അതിൻ്റെ വെള്ളം പൂർണ്ണമായിട്ടും ഊറ്റിക്കളഞ്ഞു. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമുക്ക് ഇതിട്ട ശേഷം ഒന്ന് ചെറുതായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ക്രഷ് ചെയ്ത് നമുക്കെടുക്കാം. അപ്പോൾ അത് ശരിക്ക് ഒന്ന് അരച്ചെടുത്ത ശേഷം ഇതുപോലെ ഇരിക്കും. ഒരുപാട് അങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതുപോലെ ഇടയ്ക്ക് നമ്മുടെ ഈ കടലയുടെ ഈ പീസൊക്കെ ഒന്ന് കടിക്കത്തക്ക രീതിയിൽ ഇതുപോലെ നമുക്ക് കിട്ടുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്ന, ഒരു കാരണവശാലും നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കാൻ പാടില്ല, എങ്കിൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ. അതിപ്പോൾ ഞാൻ നമ്മുടെ ക്രഷ് ചെയ്തേക്കുന്ന കടലയെല്ലാം ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കിട്ടണം. വലിയ സവോള ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ ഈ സെയിം ജാറിലേക്ക് ആഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഏകദേശം ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇനി ഞാനിവിടെ ഏകദേശം ഒരു 3 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്ന ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ട ഇഞ്ചിയാണ്. ഞാൻ ഈ ഇഞ്ചി എടുത്തേക്കുന്നത് വെളുത്തുള്ളിയേക്കാളും ഒരു ഇരട്ടി അളവിലാണ് എടുത്തേക്കുന്നത്. കാരണം ഇഞ്ചിയുടെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നല്ല ഒരു ടിപ്പിക്കലായിട്ടുള്ള ഫ്ലേവറാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഇരട്ടിയായിട്ട് എടുത്തേക്കുന്നു. ചെറുതായിട്ട് പീസ് ചെയ്ത് കട്ട് ചെയ്തിടാം. ഞാൻ എടുത്തിരിക്കുന്ന ഒരല്പം ജീരകമാണ്. ഒരല്പം ജീരകം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ശരിക്കൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചതയ്ക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടണം. അതുപോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ചതച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരല്പം ഗരം മസാല. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എല്ലാം ആയിട്ടുണ്ട്. ഇനി ഇത് ശരിക്ക് ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ഈ കടലയിലേക്ക് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം, ഈ മസാലകളും നമ്മുടെ അല്ലാത്ത പേസ്റ്റും ഇഞ്ചിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കണം. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നല്ല ശരിക്ക് ഒന്ന് മിക്സാക്കി കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അത് എങ്കിൽ മാത്രം നമുക്ക് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യാൻ പറ്റും. കാരണം ഇതിന് മിക്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഇതിൻ്റെ അകത്ത് ഒരു കാരണം